എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ചപ്പാത്തിയുടെ വീഡിയോ ആണ്. അപ്പോൾ ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഏകദേശം ഒരു ആലു പൊറോട്ടയുടെ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ സ്റ്റഫ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചിക്കനാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലോട് കൂടി ചിക്കൻ ആയാലും കുഴപ്പമില്ല. നമുക്ക് കുക്കറിലിട്ട് വേവിച്ചിട്ട് എൻ്റെ എല്ലെടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഈ ചിക്കൻ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ. കുറച്ച് പീസ് ചിക്കനിലുള്ളതുകൊണ്ട് തന്നെ 1/4 ടീസ്പൂൺ മതി. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. അതും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഗരം മസാല 1/4 ടീസ്പൂൺ. എല്ലാം ഞാൻ 1/4 ടീസ്പൂൺ വെച്ചാണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടി 1/4 ടീസ്പൂണ്. ഇനി മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഈ മല്ലിപ്പൊടിക്കും മുളക് പൊടിക്കും പകരം അത് ചേർത്താലും മതി. അതുപോലെ തന്നെ ചെറിയ പീസ് ഇഞ്ചിയും ഒരല്ലി വെളുത്തുള്ളി, അത് കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുറച്ച് ചേർത്ത് കൊടുക്കാം, കുഞ്ഞതായിട്ട് അരിഞ്ഞ മല്ലിയില. അതുകൊണ്ട് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 അല്ലെങ്കിൽ 3 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ചിക്കൻ അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി ചപ്പാത്തിക്കുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ചിക്കൻ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. നമുക്ക് ഗോതമ്പ് പൊടി, ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കാം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കുന്ന 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടാണ്. അത് നമ്മൾ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചപ്പാത്തി അങ്ങോട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല മുരിഞ്ഞ് വരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പൊറോട്ടയൊക്കെ ഉണ്ടാക്കത്തില്ലേ, പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുറത്തൊരു ഗോൾഡൻ കളർ പോലെ വരുന്നത്, ആ ഒരു നിറം വരുന്നത് ഈ പഞ്ചസാര ഇടുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ ഈ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മാവുമായിട്ട്, അത് നമ്മുടെ പൊടിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഉപ്പും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ ഇത് കുഴച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ കുഴയ്ക്കുന്ന ഫുൾ വീഡിയോ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവരും കുഴയ്ക്കാൻ അറിയാമല്ലോ. ഇതാ ഞാനിപ്പം നന്നായിട്ടിത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടിത് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഏറ്റവും ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു എണ്ണ മുകളിലേക്കൊന്ന് തടവി കൊടുക്കുക. ഞാനിപ്പോൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കയ്യിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പം ഓൾറെഡി നമ്മുടെ ചിക്കൻ അവിടെ 3 വിസിലായിട്ടുണ്ട്. അപ്പോൾ അത് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നമ്മുടെ കുക്കർ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം. ആ സമയം നേരം കൊണ്ട് നമുക്ക് ഈ കുഴച്ച് വെച്ചേക്കുന്ന മാവും നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആകുമ്പോഴത്തേക്ക് അത്രയും സമയം മതി. ഒരു 10-15 മിനിറ്റ് ആവശ്യമേ ഉള്ളൂ നമ്മുടെ ഈ മാവൊന്ന് കുഴച്ചൊന്ന് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതാ ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ? ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഈ ചിക്കൻ പുറത്തെടുത്തിട്ട് വേറൊരു പാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ശരിക്കും ഇത് കുഞ്ഞു പീസായിട്ട് നമുക്ക് കൈവച്ച് തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കാൻ വേണ്ടി, അതായത് ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞു പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അതിനിടെ ഇപ്പം ഞാൻ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമക്കുമ്പോൾ തന്നെ നന്നായിട്ട് വേർതിരിഞ്ഞ് വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും എല്ലിൻ്റെ കഷ്ണം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് എടുത്ത് കളയുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സവാള നമുക്ക് അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർക്കണം. ഞാനിപ്പോൾ വളരെ പൊടിയായിട്ട് അരിഞ്ഞതാണ് ഈ സവാള. കണ്ടില്ലേ? അത്രയും സവാള നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കുഞ്ഞു സവാളയാണ്. ഇനി കുറച്ച് മല്ലിയില ഒരു ഓപ്ഷനാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മസാലകളെല്ലാം ഇട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചത്. അതുകൊണ്ട് ഇനി ഇതിനകത്തേക്ക് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുള്ള നമ്മൾ ചിക്കൻ വേവിച്ചത്, അതുകൊണ്ട് ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം അതിനകത്തുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കൈ വെച്ചുകൊണ്ട് തന്നെ ഈ സവാളയും മല്ലിയിലയും ഈ വേവിച്ച ചിക്കനോട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും കൈ വെച്ചിങ്ങനെ ഞെരടിയാൽ മാത്രമേ ഇത് നന്നായിട്ട് മിക്സ് ആകത്തുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ഉപ്പ് ഒന്നുകൂടെ നോക്കുക. നിങ്ങൾക്ക് ഇനി ഉപ്പ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് എടുക്കാം. ഇപ്പോൾ ഏകദേശം എല്ലാം കൂടി ഒരു 10-12 മിനിറ്റ് ആയിട്ടുണ്ട് മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനും വെന്ത് നമ്മളത് ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ചെറിയ ഉരുളകളായി മാറ്റിയെടുക്കാം.
സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ഉരുളായിട്ട് മാറ്റിയെടുക്കുക. എനിക്കിപ്പം മൊത്തത്തിൽ 6 ഉരുളയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ അത്യാവശ്യം ഇച്ചിരി വലിയ ഉരുളയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് 6 ഉരുളയാണ് ഇത്രയും മാവിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിൽ നിന്ന് നമുക്ക് ഒരു ഉരുള എടുത്ത് എങ്ങനെ ഇത് പരത്തുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പരത്തുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പൊടി എക്സ്ട്രാ ആയിട്ട് എടുത്ത് വെക്കുക. അപ്പം ഒന്നുകിൽ കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് വെച്ച് പരത്താം, അല്ലാതെ ചപ്പാത്തി പല വേണമെങ്കിൽ അതിൻ്റെ പുറത്തിട്ട് പരത്താം. ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ടാണ് പരത്തി കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഉരുള എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. കൈ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ഇതേപോലെ. ഇനി നടുഭാഗം ഒന്ന് ജസ്റ്റ് ഒരു കുഴി പോലെ ആക്കിയിട്ട് നമുക്ക് 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആ ചിക്കൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കൂട്ട് നിറച്ച് കൊടുക്കുക. ഉണ്ടല്ലേ, ഞാനിപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം നിറച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഇതേപോലെ എല്ലാം കൂടെ കൂട്ടി ഇതേപോലെ നമ്മൾ ചെയ്യണം. കണ്ടില്ലേ, ഇതേപോലെ. അത് പ്രത്യേകം ഓർക്കുക, ഇതേപോലെ തന്നെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പൊട്ടി മുഴുവനും പുറത്തു പോകും നമ്മൾ പരത്തുന്ന സമയത്ത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ അങ്ങ് ഒട്ടിച്ച് വയ്ക്കും. ഒട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ തിരിച്ച് വയ്ക്കും. തിരിച്ച് വെച്ചിട്ടാണ് നമ്മളിത് പരത്തേണ്ടത്. ഒരിക്കലും മുകൾ ഭാഗം വെച്ച് പരത്തരുത്. എന്നിട്ട് നമ്മളിത് തിരിച്ച് വെക്കണം. തിരിച്ച് വെച്ചിട്ടാണ് നമ്മളിത് പരത്താൻ വേണ്ടി. എപ്പോൾ നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോഴും എന്ത് പൊറോട്ട, മേത്തി പൊറോട്ട എന്തുണ്ടാക്കിയാലും നമ്മളിങ്ങനെ വേണം ചെയ്യാൻ വേണ്ടി. എപ്പോഴും നമ്മൾ ഒട്ടിച്ച് വെച്ച സാധനം, ഇങ്ങനെ മുകളിലേക്ക് വെച്ച സാധനം, അത് നമ്മൾ തിരിച്ച് വെച്ചിട്ട് വേണം പരത്താൻ വേണ്ടി. ഞാൻ മുമ്പായിട്ട് കുറച്ച് പൊടി കൗണ്ടർ ടോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് തിരിച്ച് വെച്ചു. അതിനുശേഷം കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക 4 ഭാഗത്തേക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം 2 ഗുണങ്ങളാണ്. നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് മാവ് പരത്തിയെടുക്കാനും പറ്റും. അതുകൊണ്ട് പൊട്ടിപ്പോത്തുമില്ല, അധികമായിട്ട് പൊട്ടിപ്പോത്തുമില്ല. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ചപ്പാത്തി പരത്തുന്ന പിന്നെ വെച്ച് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. കണ്ടില്ലേ, ഇതേപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് പരത്താൻ വളരെ എളുപ്പമാണ്. ആലു പൊറോട്ട പരത്തുന്നതും ഇതേപോലെയാണ്. ഈ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്താൽ മതി. വളരെ അതായത് പൊട്ടിയൊന്നും പോകാതെ നന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് എല്ലാ ഉരുളകളും ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കാം. നിങ്ങൾ ശരിക്കും ഒരു റൗണ്ട് ആവുന്നിടം വരെ തിരിച്ചും മറിച്ചിട്ട് പരത്തേണ്ട കാര്യമില്ല. ഒരു സൈഡ് കൊണ്ട് തന്നെ ഫുൾ പരത്തി റൗണ്ടാക്കി എടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ അടിയിട്ടേക്കുന്ന പൊടിയായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോയിട്ടില്ല. കണ്ടില്ലേ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗവും ജസ്റ്റ് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് പരത്തുമ്പോൾ നമ്മുടെ മുകൾ ഭാഗം ഉണ്ടല്ലോ, മുകൾ ഭാഗം ഇങ്ങനെ പരത്തുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഭാഗം തന്നെ ഇട്ട് പരത്തേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഇതാണ് ഇത്തിരിയേ ഉള്ളൂ, അത് നമ്മൾ പുറത്തൊന്നും പോത്തൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള ഉരുളകളോട് നമുക്ക് അതേപോലെ തന്നെ പരത്തിയെടുക്കാം. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന 6 ഉരുളകളും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 6 നല്ല രീതിയിൽ തന്നെ ഞാൻ പരത്തി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കല്ലിലിട്ട് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ നേരത്തെ ഒരു കാര്യം മാത്രം ഓർക്കുക, കല്ല് നല്ല ചൂടായിരിക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുത്തു, എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കൈ വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈ പൊള്ളുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തവിയാണെന്ന് വെച്ചാൽ അത് വെച്ചാലും ജസ്റ്റ് ഒന്ന് നമുക്കിത് ശരിക്കും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴേ എല്ലാ ഭാഗത്തും നന്നായിട്ടത് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് അത് കൈ വെച്ചുകൊണ്ട് തന്നെ ശരിക്കും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെയും ഇതുപോലെ ഈ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. 1 മിനിറ്റത്തെ കാര്യമുള്ളൂ കേട്ടോ. 1 മിനിറ്റ് ഒരു സൈഡ്. എന്നാൽ നമുക്ക് തിരിച്ചിടാം. ചെറിയ കുഞ്ഞു ബബിൾസ് പോലെ ഇങ്ങനെ പൊങ്ങി വരും. ആ സമയത്ത് നമുക്ക് തിരിച്ചിടാം. എന്നിട്ട് തിരിച്ചിട്ടിട്ടും അതേപോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതും 1 മിനിറ്റ്. ജസ്റ്റ് ഇതുപോലെ 2 സൈഡും നമുക്കിങ്ങനെ 2 സൈഡിലും തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഈ ചപ്പാത്തിയെല്ലാം നമ്മുടെ പൊറോട്ട ജസ്റ്റ് ഒന്ന് വേവാൻ തുടങ്ങും. കണ്ടില്ലേ, ചെറിയ കൊമളകൾ വരുന്നു. ആ സമയത്ത് നമുക്ക് തിരിച്ചിടാം. വീണ്ടും ഒന്നുകൂടെ തിരിച്ചിട്ട് എന്നിട്ട് കുറച്ച് എണ്ണയാണ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് തടവി കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബട്ടർ തടവിയോ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ സാധാരണ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അതാണ് ഇച്ചിരി ഒന്ന് മുകളിലേക്ക് തേച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു നമ്മുടെ തവി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തവിയോ ചട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ച് വിടുക. എന്നിട്ട് അതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും നന്നായിട്ട് ചുട്ടെടുത്തിട്ട് കുറച്ച് എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തടവി കൊടുക്കും. അധികം എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 പുറവും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതേപോലെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള
നമ്മളെ ചിക്കൻ സ്റ്റഫ് ചെയ്തിട്ടുള്ള നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നിങ്ങളിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ജസ്റ്റ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയേ ഉള്ളൂ. എക്സ്ട്രാ ആയിട്ട് ചിക്കൻ ഒന്ന് അതിനകത്തോട്ട് വേവിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റഫ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇതായത് കണ്ടില്ല, അതിൻ്റെ പുറഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിരുന്നല്ലോ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പുറഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. കണ്ട് മൊത്തത്തിൽ ഒരെണ്ണം ചുട്ടെടുക്കാൻ വേണ്ടി ഏകദേശം ഒരു 3.5 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അതായത് 1 മിനിറ്റ് ഒരു പുറം, അടുത്ത പുറം 1 മിനിറ്റ്, അങ്ങനെ 2 മിനിറ്റ്, പിന്നെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് എണ്ണ പുരട്ടിയെടുക്കുന്നത്. എല്ലാം കൂടി ഒരു 3.5 മിനിറ്റാണ് ഒരെണ്ണം ചുട്ടെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന സമയം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നും ചപ്പാത്തി കഴിക്കാതെ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഉണ്ടാക്കുന്നതായിട്ട് അഭിപ്രായം പറയുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉള്ള കുഞ്ഞു ബെൽ അമർത്താൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.